നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 മെയ് മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. തിരുവോണം നക്ഷത്രം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 മെയ് 1 മുതൽ 31 വരെ, അതായത് മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് യൂണിഫോം ജോലികളിൽ തിളങ്ങുവാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ല സമയമാണ്. പഠനത്തിനോ പഠനാവശ്യങ്ങൾക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ അലച്ചിലുകളോ ഉണ്ടാവുന്നതായി കാണുന്നില്ല. പുതിയ സ്ഥലവും വീടും വാങ്ങുകയോ താങ്കളുടെ ഭൂമിയിൽ വാസ്തു അനുസരിച്ചുള്ള ഗൃഹനിർമ്മാണമോ നിലവിലുള്ള ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളോ നടത്തുവാനുള്ള സമയമാണ്. കുടുംബ, വിവാഹ, സാമൂഹിക, സാമ്പത്തിക കർമ്മരംഗങ്ങൾക്ക് വളരെ അനുയോജ്യമായ മാസമാണ്. സിനിമ, കല, സാഹിത്യം എന്നീ കർമ്മരംഗങ്ങളിൽ ഏർപ്പെട്ടവർക്ക് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന മാസമാണ്. പുതിയ തലമുറയിലെ നൂതന വ്യാപാരങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ദാനം, ധർമ്മപ്രവൃത്തികൾ, സഹായങ്ങൾ, നല്ല സംസാര ശൈലി, എവിടെയും ചെന്നെത്തിയുള്ള നേരിട്ടുള്ള പ്രവർത്തന രീതി എന്നിവ വഴി വിവിധ തരത്തിലുള്ള നേട്ടങ്ങളും സമൃദ്ധിയുമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൂടാതെ വളരെയധികം സന്തോഷപ്രദമായ വാർത്തകളുമാണ് ഈ മാസം വന്നു ചേരുന്നത്. കൃഷി, ബിസിനസ് തുടങ്ങിയ കർമ്മരംഗങ്ങളിലുള്ളവർക്ക് പൊതുവെ സമാധാനപൂർണമായ ലാഭകരമായ സമയം തന്നെയാണ്. നിങ്ങൾ മുൻപ് ചെയ്തു തീർത്ത എല്ലാ പ്രവർത്തനങ്ങളും തന്നെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നതായും ഫലപ്രാപ്തി ലഭിക്കുന്നതായും കാണുന്നു. അതിൻ്റെ എല്ലാം വളരെ അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷഫലങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാവുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും വളരെയധികം സ്നേഹ, ബഹുമാന, ആദരവുകളിൽ അധിഷ്ഠിതമായ സ്വാധീനമാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനും നിങ്ങളുടെ നിലപാടും മനോഭാവവും മറ്റുള്ളവരെ ധരിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. വിദേശയാത്രകൾ നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിൽക്കാലത്ത് ഗുണഫലങ്ങൾ വരുന്നതായി തെളിയുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് ഒരിക്കൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയത് തിരികെ വന്ന് ചേരുന്നതാണ്. ഒരു പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള അവസരം കൂടി വന്നണയുന്നുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക രംഗത്തുള്ളവർക്കും എല്ലാ തരത്തിലുമുള്ള പ്രശസ്തിയും നേട്ടങ്ങളും സമസ്ത ഗുണഫലങ്ങളും അനുഭവിക്കുവാനുള്ള ഭാഗ്യാവസരങ്ങളാണ് വരുന്നത്. വളരെ കാലമായി നിങ്ങൾ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ വളരെ വേഗത്തിൽ തന്നെ കാണാനാവുന്നതാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനലബ്ധി, ഉത്സവങ്ങളിലോ മറ്റു പൊതുപരിപാടികളിലോ മഹനീയ സ്ഥാനങ്ങൾ അലങ്കരിക്കുക എന്നിവ നിങ്ങൾക്ക് കരഗതമാകുന്നു. ഇനി അവിവാഹിതർക്കാണെങ്കിൽ ജീവിതത്തിലെ സുന്ദരമായൊരു ഭാഗ്യസമയമാണ് ഈ മെയ് മാസം പകുതിയോടെ നിങ്ങൾക്ക് കൈവരുന്നത്. പ്രണയ സാഫല്യം, വിവാഹത്തിലേക്ക് എത്തുന്ന ദീർഘമായ സ്നേഹബന്ധം തുടങ്ങിയവ അനുഭവയോഗ്യമാണ്. ഇനി വിവാഹിതരാണെങ്കിലോ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സന്തുഷ്ടി നിറഞ്ഞതുമായൊരു ദാമ്പത്യ കുടുംബജീവിതമാണ് കാത്തിരിക്കുന്നത്. സന്താനങ്ങളെ ഓർത്തുള്ള ആദിയോ ഉത്കണ്ഠയോ ഒന്നും തന്നെ നിങ്ങളെ അലട്ടുവാനുള്ള സാധ്യത കാണുന്നില്ല. പരിപൂർണമായിട്ടുള്ള സന്തോഷമാണ് കാണുന്നത് എന്നാണ് അർത്ഥം. നിങ്ങളുടെ മാതാപിതൃ സ്വത്തുക്കൾ നിങ്ങൾക്ക് അവകാശപ്പെടുന്നതായും അവയെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നതായും കാണുന്നുണ്ട്. അതുകൊണ്ട് പൂർവിക മാതാപിതൃക്കളുടെ സന്തോഷഭാവം നിലനിർത്താനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണം ചെയ്യും. പൂർവികരുടെ സന്തോഷഭാവം, അനുകൂല ദൃഷ്ടി എന്നിവ നിങ്ങളിൽ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുകയും എല്ലാവിധത്തിലുമുള്ള സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനും ഉള്ള മഹാഭാഗ്യം നൽകുന്നുമുണ്ട്. ഇനി നിങ്ങളുടെ പിതാവുമായോ പിതൃസ്ഥാനത്തുള്ളവരുമായോ മറ്റു മുതിർന്നവരായോ
ആയുള്ള ചില അഭിപ്രായ ഭിന്നതകൾക്കുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അത്ഭുതകരമായ ജീവിതമാറ്റവും നേട്ടങ്ങളും സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പുരോഗതിയും ശത്രുക്കളെ വർദ്ധിപ്പിക്കുകയും ശത്രുദോഷം സംഭവിക്കുവാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ട് ശത്രുദോഷം ഒഴിവാക്കുവാനുള്ള കർമ്മങ്ങളും വഴിപാടുകളും വളരെ താല്പര്യത്തോടെ വേണമെന്നുള്ളത് വളരെ അഭിലഷണീയമാണ്, ഫലാർഹമാണ്. അതുപോലെ ഇതിലുള്ള ഉപേക്ഷ വിപരീത ഫലങ്ങളാണ് നൽകുന്നത്. വളരെയധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗൗരവത്തോടെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ യാത്രകളിൽ വളരെയധികം കരുതൽ കാണിക്കേണ്ട സമയമാണ് മെയ് 10 മുതൽ. വാഹന ഉപയോഗം അതീവ ശ്രദ്ധയോടെ വേണം. കാര്യങ്ങൾക്കുള്ള വിഘ്നങ്ങൾ, വിദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നഷ്ടസാധ്യത, സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭിക്കാതെയാവുക, സന്താനങ്ങൾക്കോ മറ്റു കുടുംബങ്ങൾക്കോ ചെറിയ തോതിലുള്ള അസുഖങ്ങൾ വരിക എന്നിവ തുടർ മാസങ്ങളിൽ കാണുന്നതിനാൽ എല്ലാവിധ തടസ്സങ്ങൾക്കും ദൈവാനുകൂലം വർദ്ധിപ്പിക്കുന്നതിനും പൂർവിക പിതൃസന്തോഷത്തിനും വേണ്ടി പിതൃദോഷ പരിഹാര പൂജകൾ, മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ, ആരാധനാലയങ്ങൾ, പുണ്യസ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കുക. കൂടാതെ മഹാവിഷ്ണു, ശിവ, ഗണപതി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റി പൂർണ്ണമായ പരിഹാരം നേടിത്തരുന്നു. കൂടാതെ ശത്രുദോഷത്തിന് ദേവീക്ഷേത്രത്തിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഫലാർഹമാണ്. നിർദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒട്ടും താമസിയാതെ നടത്തേണ്ടത് വളരെ അനിവാര്യമായി കാണുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അർഹതപ്പെട്ട എല്ലാവിധ ജീവിത നേട്ടങ്ങളും വിജയങ്ങളും യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവാതെ വന്നു ഭവിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുന്നു. 2, 21, 22, 25, 28, 31 എന്നീ തീയതികൾ ശുഭകാര്യങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. മകയിരം, പുണർദം, ചിത്തിര, ഉത്രാടം, അവിട്ടം, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിലും നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ്സിലും ശുഭകാര്യങ്ങളുടെ ചർച്ചകളിലും തീരുമാനങ്ങളിലും ഈ നക്ഷത്ര ജാതരെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. 2 ആണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ. വെളുപ്പ്, ഇളം നീല എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ. തിങ്കളാഴ്ച ദിവസങ്ങൾ തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനായി നിർദ്ദേശിച്ചിട്ടുള്ള തീയതികളിൽ നിർദ്ദിഷ്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും നിയുക്ത ദിവസങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നതും ഏറെ ഗുണപ്രദമായി കാണുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797979.
971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.